ഹൈ ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇതാ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാ നമുക്ക് ഇവിടെ അൽഹംദുലില്ലാ റാഹത്തേനെ നൈറ്റ് ഒന്ന് ലൊസൈൽ മറീനയിൽ പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വീഡിയോസ് എല്ലാം ഞാൻ ഇതിൽ ആഡ് ആക്കുന്നുണ്ട്. അങ്ങനെ ഇതാ അവിടെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഫുഡും ആംബിയൻസും എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ഇതാ പിറ്റേന്ന് രാവിലെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. മോർണിംഗ് റുട്ടീൻസ് എല്ലാം സ്റ്റാർട്ട് ആക്കുന്നതാണ്. അപ്പോൾ ഇതാ ഞാൻ ഇന്നലെ അലക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ അതെല്ലാം ഉണക്കാനായിട്ട് ഇടലാന്ന്. പിന്നെ ഉണ്ടല്ലോ വീഡിയോസ് എല്ലാം പുതുതായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാണ്ടെല്ലാം കാണുന്നവരെല്ലാം ഉണ്ടാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കനും പ്രസ് ആക്കുക. കമന്റ്സിലുണ്ടല്ലോ വ്ളോഗ്സിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമന്റിൽ പറയട്ടെ. അപ്പോൾ ഇതാ ഇതെല്ലാം ചെയ്യലാന്നേ. ഇതാ അതെല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇതാ ഞാൻ ഈ കിച്ചണിലോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടല്ലോ ഞാനുണ്ടല്ലോ ഫസ്റ്റ് സ്റ്റാൻഡ് എല്ലാം ക്ലീൻ ജസ്റ്റ് ഒന്ന് വെള്ളം കൊണ്ട് നനച്ചിട്ട് ഒന്ന് തുടച്ച് വെക്കും. കാരണം ഉണ്ടല്ലോ നമുക്കറിയില്ല എന്തെങ്കിലും പ്രാണികളെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് വെക്കലുണ്ട്. എന്നിട്ട് അതിൻ്റെ പണിയെല്ലാം ഞാൻ സ്റ്റാർട്ട് ആക്കാനേ നിൽക്കലുള്ളൂ. അപ്പോൾ ഇതാ ഇന്നത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് തലേന്ന് ഞാൻ ചെറുപയർ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് കുറച്ച് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഇട്ടിട്ട് വെള്ളം ആവശ്യത്തിന് വെള്ളം പറഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾ ഇട്ടിട്ട് റെസിപ്പി ഒന്നും ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ അകത്ത് കാണിക്കുന്നില്ല. അങ്ങനെ ഇതാ ഇതെല്ലാം സ്റ്റൗമിലേക്ക് വെച്ച് കൊടുക്കലാന്ന്. റെഡി ആവുമ്പോൾ എനിക്കുണ്ടല്ലോ എനിക്ക് ഹസ്ബൻഡിനുള്ള ഓട്സിന്റെ സ്മൂത്തി ഉണ്ടാക്കാനായിട്ടുണ്ട്. ഓറഞ്ച് ഓട്സ് സ്മൂത്തിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഒരു റെസിപ്പി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഷെയർ ആക്കിയിട്ടുണ്ട്. നല്ലതാട്ടോ, ഡയറ്റിനെല്ലാം അടിപൊളിയാണ്. രാവിലെ ഇത് കഴിച്ചാൽ നല്ലോണം വയർ ഫില്ലായ പോലെ തോന്നും. പിന്നെ ഉണ്ടല്ലോ നമ്മുടെ സ്കിന്നെല്ലാം നന്നായിട്ട് ഗ്ലോ ആവും. ഡയറ്റിനെല്ലാം നന്നായിട്ട് ഉപകാരപ്പെടും കേട്ടോ ഈ ഒരു റെസിപ്പി. അറിഞ്ഞൂടാത്ത ആരും ഉണ്ടാവില്ല, എന്നാലും ജസ്റ്റ് ഞാൻ വീഡിയോയിൽ ഒന്ന് ഷെയർ ആക്കിയെന്ന് മാത്രം. ഇതാ അതിന്റെ തോലെല്ലോ വേസ്റ്റിലേക്ക് ഇടണം. പിന്നെ ഇതാ ഞാനുണ്ടല്ലോ ചെറുപയറിന്റെ കൂടെ ഇതൊക്കെ നമ്മൾ അപ്പാന്ന് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിപ്പോൾ ഇതാ അപ്പത്തിൻ്റെ ആ ഒരു പാത്രം ഇങ്ങനെ കൈയിട്ടെടുക്കലാണ്. നെക്സ്റ്റ് ഇതാ ഇതിൻ്റെ അകത്തോട്ടേക്ക് ഉണ്ടല്ലോ ഓട്സ് ഇട്ട് കൊടുക്കലാന്ന്. നമ്മൾ ഓറഞ്ചിൻ്റെ ഇതിൻ്റെ അകത്തോട്ടേക്ക് ഡയറക്റ്റ് ഓട്സ് ആവശ്യത്തിന് ഓട്സ് മാത്രം ഇട്ട് കൊടുക്കണ്ടോ. പിന്നെ ഓട്സ് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്യാനായിട്ട് വെക്കുമല്ലോ കുറച്ച് ടൈം. അപ്പോൾ ഉണ്ടല്ലോ കുറച്ച് കട്ടയായി പോവും. അപ്പോൾ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കഴിക്കാൻ വേണ്ടി. കുറച്ചൊരു ലൂസായിട്ട് ആ ഒരു ടൈപ്പിൽ ആക്കിയിട്ട് എടുക്കട്ടാ. അപ്പോഴേക്കും ഇത് ഞാൻ ഫ്രിഡ്ജിലോട്ടേക്ക് വെച്ച് കൊടുക്കലാണ്. നെക്സ്റ്റ് ഇതാ ലഞ്ചിനേക്കുള്ള ചിക്കനെല്ലാം കട്ട് ചെയ്യാനായിട്ട് ഉണ്ടേനു. അതിന് ഞാൻ മോർണിംഗ് തന്നെ ചിക്കനെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടേനു. അപ്പോൾ ഇതെല്ലാം കവർ കഴിച്ചിട്ടുണ്ടല്ലോ ഒരു പാത്രത്തിലോട്ടേക്ക് ഇട്ട് കൊടുക്കലാണ്.
ടാറ്റ.